സുനിൽ കനകുലുവിനോടും കെ.സി. വേണുഗോപാലിനോടും കടക്കുപുറത്ത് എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ ലക്ഷ്യയിൽ വെച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. സാമ്പത്തിക നേട്ടം മാത്രം നോക്കുന്ന ഒരു വ്യക്തിയാണ് സുനിൽ കനകുലു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം പൂർണ്ണമായിട്ടും UDFന് അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് UDFന് ഇത്രയും വലിയൊരു മേൽക്കൈ നേടാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഇത്രയും വലിയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. 2010 നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അത്ര വലിയൊരു വിജയമാണ് ഇതൊന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് എന്ന് കൂടി കോൺഗ്രസ് കൃത്യമായിട്ട് പരിശോധിക്കണം. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമില്ലാത്ത ഒരു കനകലുവാണ് ഇവിടെ വന്ന് കേരളത്തിൽ UDFനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളിത് ആദ്യം തുടങ്ങി ഒരു 6 മാസം മുമ്പ് തുടങ്ങിയ പറഞ്ഞിരിക്കുന്നതാണ്. സുനിൽ കനകലു ലക്ഷ്യം വെക്കുന്ന കേരളത്തിൽ സീറ്റ് കച്ചവടമാണ്. നമസ്കാരം. കോൺഗ്രസിന്റെ ലക്ഷ്യ 2026 വയനാട്ടിൽ നടന്നിരുന്നു. അതിൽ വിജയസാധ്യത റിപ്പോർട്ട് അവതരിപ്പിച്ച് കനകോലു രംഗത്ത് വന്നിരുന്നു. ഈ റിപ്പോർട്ട് എങ്ങനെ ലക്ഷ്യം കണ്ടു എന്ന് പറയാൻ പറ്റുമോ? അതായത് കേരളത്തിൽ കോൺഗ്രസിന് എങ്ങനെ അധികാരത്തിലെത്താൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള സുനിൽ കനകലുവിൻ്റെ ഒരു അഡ്വൈസിന്മേലുള്ള ഒരു അവലോകന യോഗമാണ് ലക്ഷ്യയിൽ വെച്ച് നടന്നത്. പക്ഷേ ലക്ഷ്യയിൽ എങ്ങനെ അധികാരത്തിലെത്താൻ സാധിക്കും, കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചർച്ച നടന്നു. ഈ ഒരു സമയത്ത് സുനിൽ കനകുലു അവിടെ അവതരിപ്പിച്ചൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിൻ്റെ ഒരു കരട് രേഖ ഞാൻ പറയാം. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചില്ല, ക്രൈസ്തവ വോട്ടുകളുടെ ഏകോപനം ഉണ്ടായില്ല, മുസ്ലിം വോട്ടുകൾ അനുകൂലം, ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാൻ പറ്റിയില്ല, LDFന്റെ അടിസ്ഥാന വോട്ടുകൾ ഇടിഞ്ഞില്ല. ഇത്രയും കാര്യങ്ങളാണ് സുനിൽ കനകുലുവിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം KPCCയുടെ ലക്ഷ്യയിൽ ചർച്ചയ്ക്ക് വേണ്ടി വന്നത്. അപ്പോൾ ജനകീയ അടിത്തറയുള്ള നേതാക്കന്മാരൊക്കെ വന്നിരിക്കുന്ന ഒരു സദസ്സ് കൂടിയാണ് ലക്ഷ്യ എന്ന് സുനിൽ കനകുലു ഇത് മനസ്സിലാക്കേണ്ടിയിരുന്നതാണ്. കാരണം സുനിൽ കനകുലു സയൻറ്റിഫിക്കലി ഒരു ഡാറ്റ അനലൈസ് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ മനോവികാരങ്ങളും വിചാരങ്ങളും എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി സുനിൽ കനകുലുവിൻ്റെ ടീമിനുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. സുനിൽ കനകുലുവിനെ കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സുനിൽ കനകുലുവിനെ സംബന്ധിച്ചിട്ട് സാമ്പത്തിക നേട്ടം മാത്രം നോക്കുന്ന ഒരു വ്യക്തിയാണ് സുനിൽ കനകുലു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്തു ഉപജാപങ്ങളും നടത്താൻ ശേഷിയുള്ള ഒരു വ്യക്തി തന്നെയാണ് സുനിൽ കനകുലു. തെലങ്കാനയിലും കർണാടകയിലുമൊക്കെ വളരെ വലിയ വിജയം നേടിയെന്ന് ആണ് സുനിൽ കനകുലു അവകാശപ്പെടുന്നത്. പക്ഷെ അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ് എന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ മീഡിയ ഇദ്ദേഹത്തെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഉയർത്തി കാണിച്ചു, അല്ലെങ്കിൽ ഇയാൾ സ്വയം ഇങ്ങനെ മാധ്യമങ്ങളെ കൊണ്ട് എഴുതിച്ചു താൻ എന്തോ ഒരു വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇടതുപക്ഷ വോട്ടുകളിൽ ഇടിവ് സംഭവിച്ചിട്ടില്ല എന്ന് സുനിൽ കനകുലു പറയുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ഈ വർഷത്തെ എന്നല്ല ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ ഫൂളിഷ്നെസ് എന്ന് പറയുന്നത്. ഇടതുപക്ഷ സഹയാത്രികർ തന്നെ ഇപ്രാവശ്യം ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഈ ത്രിതല പഞ്ചായത്തിൽ UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു പൊളിറ്റിക്കൽ യാഥാർത്ഥ്യമാണ്. ഇത് മനസ്സിലാക്കാൻ ശേഷി പോലും ഇല്ലാത്ത ഒരാളുടെ റിപ്പോർട്ടിനെ ഏത് രീതിയിലാണ് കോൺഗ്രസിനെ മുൻപോട്ട് നയിക്കുക അല്ലെങ്കിൽ വിജയത്തേറിലേറ്റുക എന്നുള്ളതിനെക്കുറിച്ച് VD സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. കാരണം കെ.സി. വേണുഗോപാലാണ് സുനിൽ കനകുലുവിനെ കൊണ്ടുവരുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്നലെ ലക്ഷ്യയുടെ യോഗം കഴിഞ്ഞതിന് ശേഷം, കോൺഗ്രസിന്റെ അവലോകന മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം കെ.സി. വേണുഗോപാലിനെയും അതോടൊപ്പം തന്നെ സുനിൽ കനകുലുവിനെയും ഇവിടെ നിന്ന് നേരെ പാക്ക് ചെയ്ത് ഡൽഹിയിലേക്ക് അയച്ചു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അവരുടെ അവലോകനങ്ങളും അവരുടെ വിശകലനങ്ങളും ഒന്നും യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമുള്ള കാര്യമല്ല എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ അവിടെ പൊളിച്ചെടുക്കി. അവിടെ ഈ പറഞ്ഞ VD സതീശൻ, അതോടൊപ്പം തന്നെ ശശി തരൂര്, ബെന്നി ബെഹനാൻ തുടങ്ങിയ നേതാക്കന്മാരൊക്കെ ശക്തമായ എതിർപ്പുകളുമായിട്ട് രംഗത്ത് വന്നു. ക്രിസ്ത്യൻ വോട്ടുകളെ ഏകീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഈ കനകലുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത്? ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ഏകീകരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. 2010 പോലെ ഉണ്ടായിട്ടില്ല എങ്കിലും ഒരു ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. സുനിൽ കനകലു പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം മാത്രം ശരിയാണ്, മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം പൂർണ്ണമായിട്ടും UDFന് അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട്. അത് സത്യമാണ്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്ന് തുടങ്ങി ഇടതുപക്ഷം പ്രധാനമായും പറയുന്ന കാര്യം അതാണ്. കാരണം മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ പൂർണ്ണമായിട്ടും UDFന് അനുകൂലമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് UDFന് ഇത്രയും വലിയൊരു മേൽക്കൈ നേടാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇത്രയും വലിയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. 2010 നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അത്ര വലിയൊരു വിജയമാണ് ഇതൊന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. കിണഞ്ഞു പരിശ്രമിച്ചാൽ മാത്രമേ, ആ വാക്യം വീണ്ടും പറയുന്നത്, കിണഞ്ഞു പരിശ്രമിച്ചാൽ മാത്രമേ UDFന് 2026 ഭരണത്തിലെത്തുക എന്നുള്ള വലിയൊരു കടമ്പ കടക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. കാരണം ഇതിൻ്റെ അകത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നരേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ്. അതായത് LDF 3 എന്നുള്ളൊരു നരേഷൻ ഇവിടെ ഒരു 2 മാസം മുമ്പ് വരെ വളരെ സജീവമായിരുന്നു. അത് ഇടിയാൻ കാരണം എന്താണ്?
അത് ശബരിമല വിഷയത്തോട് കൂടിയിട്ടാണ് ഈ ഒരു നരേഷൻ താഴേക്ക് പോകുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനുണ്ട്. പിന്നെയുള്ളത് ഭരണവിരുദ്ധ വികാരമാണ്. ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് എന്ന് കൂടി കോൺഗ്രസ് കൃത്യമായിട്ട് പരിശോധിക്കണം. ഇപ്പൊ റേഷൻ കടയിൽ ചെല്ലുന്ന സാധാരണക്കാരന് അവിടെ റേഷൻ ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരമായിട്ട് മാറും. ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ വേണ്ടി ചെല്ലുന്ന ആളുകൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതലാണോ? അത് ഭരണവിരുദ്ധ വികാരമായിട്ട് മാറും. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് അത് ഒരു പക്ഷേ ഭരണവിരുദ്ധ വികാരമായിട്ട് മാറും. നമുക്കറിയാം, ഉള്ളിയുടെ വില വർദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിൽ ഷീലാ ദീക്ഷിത്തിന്റെ ഗവൺമെന്റ് തന്നെ താഴെ പോയത്. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഭരണവിരുദ്ധ വികാരമായിട്ട് മാറുന്നത്. ഇത് ജനങ്ങളുടെ വിശ്വാസത്തെ ബാധിച്ച ഒരു സംഭവമാണ് ശബരിമല എന്ന് പറയുന്നത്. ആ ശബരിമലയെ കൃത്യമായിട്ട് അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ, വളരെ സുതാര്യമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് പ്രമുഖരായിട്ടുള്ള പല ആളുകളും അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ പല പ്രമുഖ നേതാക്കന്മാരും അതിലേക്ക് ആ പേരിലേക്ക് എത്തിപ്പെടുന്നു. അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ശബരിമലയെ ഓവർകം ചെയ്യാനും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് നൽകേണ്ട ഗവൺമെന്റ് സേവനങ്ങൾ വളരെ മാന്യമായ രീതിയിലും ന്യായമായ രീതിയിലും വില കുറച്ചും ലഭ്യമാകുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് അവിടെ മാറും. ഈ ക്ഷേമ പെൻഷനിലൊക്കെ ഉണ്ടായിട്ടുള്ള വർധനവുണ്ട്. ഈ ക്ഷേമ പെൻഷനിലൊക്കെ ഉണ്ടായിരിക്കുന്ന വർധനവ് നിസ്സാരമായിട്ടൊന്നും ആയിരിക്കില്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഈ ഭരണവിരുദ്ധ വികാരം എന്നൊരു നരേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നിർത്തിയാൽ മാത്രമേ 2026 അവർക്ക് ഗുണം ചെയ്യത്തുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമില്ലാത്ത ഒരു കനകലുവാണ് ഇവിടെ വന്ന് കേരളത്തിൽ UDF അധികാരത്തിലെത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഈ കനകലുവിനെ കൊണ്ടുവന്നത് ആരാണ്? കനകലുവിനെ കൊണ്ടുവന്നത് KC വേണുഗോപാലാണ്. അതിനുശേഷം ഈ KC വേണുഗോപാലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ KC വേണുഗോപാലിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാരെ ഇതിലേക്ക് പരിഗണിക്കുമെന്ന് പറയുന്നു. കാരണം ആരും അറിയാത്ത ആളുകളെ, അല്ലെങ്കിൽ അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ ഒക്കെ ഈ KC വേണുഗോപാലിന്റെ ഒരു അനുയായി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ KC വേണുഗോപാലിന്റെ ഗ്രൂപ്പുകാരൻ എന്നുള്ള രീതിയിൽ പല മണ്ഡലങ്ങളിലും അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് സുനിൽ കനകലു നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് VD സതീശനും രമേശ് ചെന്നിത്തലയും ഈ പറഞ്ഞ K മുരളീധരനും ബെന്നി ബെഹനാനും രാജ്മോഹനും ഉണ്ണിത്താനും ഒക്കെ. അപ്പൊ അതുകൊണ്ടാണ് അവരെ ശക്തമായിട്ട് തന്നെ സുനിൽ കനകലു പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞത്. നമ്മളിത് ആദ്യം തുടങ്ങി ഒരു 6 മാസം മുമ്പ് പറഞ്ഞിരിക്കുന്നതാണ്. സുനിൽ കനകലു ലക്ഷ്യം വെക്കുന്ന കേരളത്തിൽ സീറ്റ് കച്ചവടമാണ്. സുനിൽ കനകലു 80-85 സീറ്റ് കിട്ടുമെന്ന് കോൺഗ്രസിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ഇത് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടും. സുനിൽ കനകലുവിനെ സംബന്ധിച്ച് സാമ്പത്തിക നേട്ടം മാത്രമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് 6 മാസത്തിന് മുകളിലായെന്നേ. കാരണം ഈ വീഡിയോ ഒക്കെ കേൾക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഇതിന്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് തെറി പറഞ്ഞേക്കാം. സുനിൽ കനകലു ഞങ്ങളെ രക്ഷിക്കും. ഞാൻ പറയട്ടെ, 100 സീറ്റ് കോൺഗ്രസ് നേടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് സുനിൽ കനകലു? സുനിൽ കനകലുവിന്റെ ആവശ്യമില്ലല്ലോ. അത് കൂടാതെ ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിലെ ഇത്രയും ജനകീയമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ജനകീയ അടിത്തറയുള്ള, പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള, പൊളിറ്റിക്കൽ മാനേജേഴ്സ് ആയിട്ടുള്ള, ഇലക്ഷൻ മാനേജ്മെന്റ് അറിയാവുന്ന നേതാക്കന്മാരുള്ള ഒരു പാർട്ടി എന്തിനാണ് സുനിൽ കനകലുവിനെ ആശ്രയിക്കുന്നത്? സുനിൽ കനകലുവിനേക്കാൾ ബുദ്ധിയുള്ള ആളുകൾ കോൺഗ്രസിനകത്തില്ലേ? ഇതിനു മുന്നേയുള്ള തെരഞ്ഞെടുപ്പുകളിലും ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിനെ ഒക്കെ വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ടായിരുന്നോ കോൺഗ്രസ്? ഒരിക്കലുമില്ല. ഇത് ആദ്യമായിട്ടാണ് കോൺഗ്രസ് കേരളത്തിൽ ഇതുപോലെ പൊളിറ്റിക്കൽ ഒരു അനലിസ്റ്റിനെ ഒക്കെ വെച്ച്, പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിനെ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ഇത് വലിയൊരു അബദ്ധമായിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് സംവിധാനമല്ലേ? അതായത് ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം. ഈ സുനിൽ കനകലു നേരിട്ട് ഒരിടത്തും സർവേകൾ നടത്തുന്നില്ല. സുനിൽ കനകലു പല സബ് ഏജന്റുമാർക്കുമാണ് ഇതിന്റെ ഈ സർവേ നടത്താൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത്, കരാർ കൊടുത്തിട്ടുള്ളത്. ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ കോളേജിൽ പഠിക്കുന്ന പിള്ളേരെ കൊണ്ടൊക്കെ ടെലിഫോണിൽ വിളിച്ചിട്ടാണ് സർവേ നടത്തിയിട്ടുള്ളത്. ഒരു ഡാറ്റ അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല. അതിന് വേറെ ഒരുപാട് ഫോർമാറ്റുകളുണ്ട്. ആ ഫോർമാറ്റിലൂടെ ചെയ്താൽ മാത്രമേ ആ ഡാറ്റ ഒരു ട്രൂ ഡാറ്റയായിട്ട് മാറത്തുള്ളൂ. ഇത് പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. സുനിൽ കനകലുവിനേക്കാൾ വലിയ ഇലക്ഷൻ മാനേജറാണ് VD സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ. എന്തിനേറെ പറയുന്നത് ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, എന്തിനേറെ പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ തലശ്ശേരിയിൽ മത്സരിക്കുന്ന സമയത്തൊക്കെ അവിടെ കാണിച്ചിട്ടുള്ള ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ മറന്നുപോയോ? കാസർഗോഡ് പോയിട്ട് അദ്ദേഹം വിജയിച്ചു. ആറ്റിങ്ങൽ അടൂർ പ്രകാശിന്റെ വിജയം. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അതിനകത്തേക്കൊന്നും സുനിൽ കനകലു വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും ലാസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുനിൽ കനകലുവിനോടും KC വേണുഗോപാലിനോടും കടക്ക് പുറത്ത് എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ ലക്ഷ്യയിൽ വെച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതൊക്കെയാലും 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊരു വിജയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ നിരാശരാക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്ത് ഉണ്ടാകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ.